ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻമാപ്പ് ടൂളിനെ കുറിച്ചാണ്. എൻമാപ്പ് ഡീഫോൾട്ട് സ്കാൻ എന്താണെന്ന് നമ്മൾ 2 വീഡിയോ മുന്നേ നോക്കി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻമാപ്പ് ടി സി പി സിൻ സ്കാന്, ടി സി പി കണക്ട് സ്കാൻ, യു ഡി പി സ്കാന് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് എൻമാപ്പ് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ് എൻമാപ്പ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് ആ മെഷീൻ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഓടുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മെറ്റസ്പ്ലോയിറ്റബിൾ റണ്ണിങ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഞാൻ ഇവിടെ മെറ്റസ്പ്ലോയിറ്റബിൾ മാത്രമല്ല, ഞാനൊരു വിൻഡോസ് 7 വിർച്വൽ ബോക്സ് കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വിൻഡോസ് 7 ഇൻസ്റ്റാൾ ചെയ്തത് മെറ്റസ്പ്ലോയിറ്റബിൾ മാത്രം കാണിക്കാതെ വിൻഡോസ് 7 കൂടെ ഈ OS ഡിറ്റക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് വിൻഡോസ് 7 ഫോർ വിർച്വൽ ബോക്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വിർച്വൽ ബോക്സിലേക്ക് ഈ വിൻഡോസ് 7 ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. ഞാൻ രണ്ടിൻ്റെയും IP അഡ്രസ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വിൻഡോസ് 7ൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 192.168.1.19 ആണ്. എൻ്റെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് എനിക്കറിയാം, അത് 1.18 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻമാപ്പ് യൂസ് ചെയ്ത് OS ഡിറ്റക്ഷൻ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത്, ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ OS ഡിറ്റക്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിനുള്ള കമാൻഡാണ് sudo nmap -o ആണ് ഇവിടെ കൊടുക്കേണ്ടത്. കാരണം O ആണ് OS ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. -o കൊടുത്തതിന് ശേഷം നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ്, അതായത് 192.168.1.18, ഇതാണ് എൻ്റെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ്. അപ്പോൾ ഇതാണ് കമാൻഡ് sudo റൂട്ട് പ്രിവിലേജ് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. nmap -o ഫോർ OS ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ -o ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ശേഷം നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുകയാണ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പാസ്വേഡ് ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ്. ഇതാ നമുക്ക് താഴെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്കാൻ ചെയ്തപ്പോൾ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് OS ഡിറ്റക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. OS ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം റണ്ണിങ്ങിന് കൊടുത്തിട്ട് ലിനക്സ് 2.6 ആണ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ OS എന്നാണ് പറയുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ ലിനക്സിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 2.6 ആണ്. താഴെ നോക്കുകയാണെങ്കിൽ OS ഡീറ്റെയിൽസ് തരുന്നുണ്ട്. ലിനക്സ് 2.69 to 2.6.33, അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വേർഷൻ ആവാം എന്നാണ് നമ്മുടെ എൻമാപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മളോട് പറയുന്നത്. കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻമാപ്പ് യൂസ് ചെയ്ത് ഒരു മെഷീൻ്റെ OS ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മാത്രമല്ല, ഇവിടെ നമുക്ക് വേറൊരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു വിർച്വൽ മെഷീൻ ആണെന്ന് നമ്മുടെ എൻമാപ്പ് ഡിറ്റക്ട് ചെയ്തു. അതായത് ഓറക്കിൾ വിർച്വൽ ബോക്സ് വിർച്വൽ NIC ആണെന്ന് കൂടി അത് ഡിറ്റക്ട് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MAC അഡ്രസ്സ് അത് കണ്ടുപിടിച്ചു. 08.00 ഇതാണ് നമ്മുടെ വിർച്വൽ മെഷീൻ്റെ MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിർച്വൽ മെഷീൻ ആണെങ്കിൽ അതിൻ്റെ MAC അഡ്രസ്സിൻ്റെ ആദ്യത്തെ 3 പാർട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഈ ഒരു പാർട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് വിർച്വൽ മെഷീനിൽ ഏതൊരു മെഷീൻ ഞാൻ സ്കാൻ ചെയ്താലും അതിൻ്റെ MAC അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവസാനത്തെ ഈ 3 പാർട്ട് മാത്രമായിരിക്കും എപ്പോഴും മാറുക. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മുടെ എൻമാപ്പ് ഇതൊരു വിർച്വൽ മെഷീൻ ആണെന്ന് ഔട്ട്പുട്ട് തന്നത്. അപ്പോൾ അത് ഔട്ട്പുട്ട് തന്ന പോലെ തന്നെ കറക്റ്റാണ്, ഇതൊരു വിർച്വൽ മെഷീനാണ്. ഇപ്പോൾ അതേസമയം ഞാനിപ്പോൾ എൻ്റെ വിൻഡോസ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് MAC അഡ്രസ്സ് വേറെ ആയിരിക്കും കിട്ടുക. അത് കാരണം അതൊരു വിർച്വൽ മെഷീൻ അല്ല, അതൊരു ഫിസിക്കൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ MAC അഡ്രസ്സ് വേറെ ആയിരിക്കും. അപ്പോൾ ഇതൊരു വിർച്വൽ മെഷീൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്തത് ആദ്യത്തെ MAC അഡ്രസ്സിൻ്റെ 3 പാർട്ട് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറില്ല. അത് ഏത് വിർച്വൽ മെഷീൻ എടുത്താലും അതിപ്പോൾ സെയിം ആയിരിക്കും. അത് വെച്ചിട്ടാണ് അതൊരു വിർച്വൽ മെഷീൻ ആണോ അല്ലയോ എന്ന് നമ്മുടെ എൻമാപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻമാപ്പ് ഒരു മെഷീൻ്റെ OS ഡിറ്റക്ട് ചെയ്യുന്നത്. നമുക്ക് കിട്ടി OS ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി വിൻഡോസ് 7 ഞാൻ പറഞ്ഞു റണ്ണിങ് ആണെന്ന്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ OS കൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള കമാൻഡ് sudo nmap -o 192.168.1.19 ആയിരുന്നു എൻ്റെ വിൻഡോസ് 7ൻ്റെ IP അഡ്രസ്സ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ OS ഡിറ്റക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ നമ്മുടെ മെഷീനിൻ്റെ, നമ്മുടെ ടാർഗറ്റ് മെഷീനിൻ്റെ ഏതെങ്കിലും ഒരു പോർട്ട് ഓപ്പണും ഏതെങ്കിലും ഒരു പോർട്ട് ക്ലോസും ആയിരിക്കണം. അങ്ങനെ ഒരു കേസ് വന്നാൽ മാത്രമേ നമുക്ക് OS ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ തരുന്ന ഔട്ട്പുട്ട് ഏതാണോ പോർട്ടാണോ ഓപ്പൺ ആയിരിക്കുന്നത് ആ പോർട്ടിൽ പോയി സ്കാൻ ചെയ്തിട്ടാണ് നമ്മുടെ Nmap നമുക്ക് ഔട്ട്പുട്ട് കാര്യങ്ങൾ തരുന്നത്. അതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ടാണ് നമ്മുടെ OSും കാര്യങ്ങളും ഒക്കെ Nmap ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ മാക്സിമം പോർട്ട് ഓപ്പൺ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ഉള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ കേസിൽ നമുക്ക് കുറേ പോർട്ട് ഓപ്പൺ ആയിട്ട് കിട്ടി, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അത് ഗസ് ചെയ്തു. പക്ഷേ ഈ കേസിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. നമുക്കിവിടെ മെറ്റസ്പ്ലോയിറ്റബിൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പോർട്ട് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് കിട്ടിയത് വളരെ കുറച്ച് പോർട്ട് മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഒരു വാർണിംഗ് പോലെ പറയുന്നുണ്ട്, OS scan results may be unreliable because we could not find at least one open and one closed port. അതായത് ഇത് ഈ OS സ്കാൻ റിസൾട്ട് നമുക്ക് അത്രയും റിലയബിൾ അല്ല, കാരണം നമുക്ക് അത്രയും പോർട്ട് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് Nmap തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും എന്താണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം, റണ്ണിങ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2008 8.1 ആവാം, അല്ലെങ്കിൽ 7 ആകാം. അതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് ഫോൺ വിസ്റ്റ എന്നാണ്. ആക്ച്വലി ഞാൻ റൺ ചെയ്യുന്നത് എൻ്റെ വിൻഡോസ് 7 മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഞാൻ റൺ ചെയ്യുന്ന വിൻഡോസ് എഡിഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 7 അൾട്ടിമേറ്റ് ആണ്. 2009 വേർഷനാണ് ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിനക്സ് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൻഡോസ് 2008 ആവാമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ 8.1 ആവാം, 7 ആവാം എന്നാണ് പറയുന്നത്. വേറെ നമുക്ക് നോക്കാം OS ഡീറ്റെയിൽസ്. ഇതൊരു ലിസ്റ്റ് ഓഫ് വിൻഡോസ് ആണ് കൊടുത്തിട്ടുണ്ട്, കാരണം Nmapനും കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഏത് വിൻഡോസ് ആണ് റൺ ചെയ്യുന്നതെന്ന്. കാരണം വളരെ കുറച്ച് പോർട്ട് മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. എന്നാലും അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കറക്റ്റ് OS ഡിറ്റക്ട് ചെയ്യാൻ. അത് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അതൊരു വിൻഡോസ് 8 അല്ലെങ്കിൽ 7 ആണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് ആണെന്നുള്ള കാര്യം മാത്രം അത് കറക്റ്റായിട്ട് പറയുന്നില്ല. പക്ഷേ ഇതൊരു വിൻഡോസ് 7 ആവാം എന്നത് ഗസ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ഡിസ്റ്റൻസ് കാണാം 1 ഹോപ്പാണ്, കാരണം നമ്മുടെ നെറ്റ്വർക്ക് തന്നെയുള്ള ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത് 1 ഹോപ്പ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് സ്കാൻ ചെയ്ത്, അതായത് IP അഡ്രസ്സ് സ്കാൻ ചെയ്ത് നമ്മുടെ ഈ മെഷീൻ്റെ OS ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നത് അത് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെർച്വൽ മെഷീനിൽ വിൻഡോസ് 7ഉം മെറ്റസ്പ്ലോയിറ്റബിളും ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്കും ഇതേപോലത്തെ ഔട്ട്പുട്ടാണോ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നത് എന്തെങ്കിലും എററോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വന്ന് പറഞ്ഞാലും സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾക്കിനി അടുത്ത വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ സർവീസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വേർഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് Nmap യൂസ് ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.